coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വളരെ വലിയ ആനന്ദത്തോടെയാണ് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. ഷെക്കേന ടെലിവിഷനിലൂടെയും ഓൺലൈൻ വഴിയും ലോകത്തിൻ്റെ പല ദിക്കുകളിലിരുന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. 68-ാം സങ്കീർത്തനം 34-ാമത്തെ വചനം ഇപ്രകാരം നമ്മോട് പറയുകയാണ്: ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട്, അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട്. വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ശക്തി ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ദൈവശക്തിയാൽ നിറയപ്പെടുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ ശക്തി നമ്മൾ ഏറ്റുപറഞ്ഞ് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ ശക്തി നിറയപ്പെടുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലുള്ള പൈശാചിക സ്വാധീനങ്ങള്, നാരകീയ പീഡകള്, തിന്മയുടെ ആധിപത്യങ്ങള്, കലഹത്തിൻ്റെയും എതിർചിന്തകളുടെയും ദുഷ്ടാരൂപികളെല്ലാം തകർക്കപ്പെടുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവശക്തി നിറയപ്പെടുവാൻ നമ്മൾ അവർക്ക് വേണ്ടി കർത്താവിൻ്റെ ശക്തി ഏറ്റുപറഞ്ഞങ്ങ് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിലെല്ലാം കർത്താവിൻ്റെ മഹാശക്തി നിറയപ്പെടണം. ഈ സമയം അതിനുള്ള സമയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ശക്തിയോടെ വ്യാപരിക്കുന്ന സമയം. മാമറയുടെ ഒക്കുമരത്തോപ്പിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ ആരെല്ലാം ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവോ അവരെ എല്ലാം നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പ്രവാഹം ഈ സമയം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുകയാണ്. മോശ പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സീനായ് മലയിൽ ഇറങ്ങി വന്ന അതേ ദൈവ സാന്നിധ്യം ഈ സമയം ആരെല്ലാം ഹൃദയനുറുക്കത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവോ ആ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. കർമ്മലിന്റെ മുകളിൽ
ഏലിയ പ്രവാചകൻ മുട്ടുമടക്കി ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങി വന്ന അതേ ദൈവ സാന്നിധ്യം നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ നിയോഗങ്ങളുടെ മേൽ ശക്തിയോടെ പരിവർത്തിക്കുകയാണ്. പൈശാചിക പിടികൾ പൊട്ടുന്ന സമയം, വർഷങ്ങളായി സാത്താൻ കെട്ടിവെച്ച കുരുക്കുകൾ അഴിയപ്പെടുന്ന സമയം, അത്ഭുത സൗഖ്യങ്ങള്, അത്ഭുത രോഗശാന്തികള്, ഡെലിവറൻസുകള്, മാനസാന്തരങ്ങള്, ദൈവകൃപയുടെ സമൃദ്ധി അനേകം ആയിരങ്ങളിലേക്ക് കർത്താവ് പകരുന്ന സമയമാണ്. യേശുവേ, യേശുവേ, യേശുനാമം വിളിച്ച് 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 പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് വിളിക്കുക, സ്നേഹത്തോടെ വിളിക്കുക, മടികൂടാതെ വിളിക്കുക. നാവിന്റെ കെട്ടഴിയട്ടെ, ഹൃദയത്തിന്റെ കെട്ടുപൊട്ടട്ടെ. സ്വരമുയർത്തി സ്വരമുയർത്തി നമ്മൾ ആയിരിക്കുന്നിടത്ത് യേശുവേ, 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 ആ നാമത്തിന്റെ അത്ഭുത ശക്തി മനസ്സിലാക്കി വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ജീസസ്, ജീസസ്. ദൈവശക്തി നിറയട്ടെ, ദൈവ സാന്നിധ്യം നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ. എല്ലാ പൈശാചിക പീഡകളും ദൈവശക്തിയാൽ നിർവീര്യമാകട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ. അപ്പോസ്തല പ്രവർത്തനങ്ങള് 16-ാം അധ്യായം 14-ാം വചനത്തിൽ പറയാണ്, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ ലിദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറക്കുകയാണ്. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഈ സമയം നിർമ്മലമായ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്. റേമ ഈ ശുശ്രൂഷയിൽ 10,000-ങ്ങളാണ് ഈ സമയം പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തെ തുറക്കുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കണം. ജീവനുള്ള ദൈവവചനത്തിന്റെ ശക്തിയാൽ നമ്മയെല്ലാം സ്വർഗം നിറയ്ക്കുന്ന സമയമാണ്. വചനത്തിന് ക്രിയേറ്റീവ് പവറുണ്ട്. കർത്താവിന്റെ വചനത്തിന് നമ്മെ സുഖപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്. കർത്താവിന്റെ വചനത്തിന് നമ്മെ വിശുദ്ധീകരിക്കുവാനുള്ള കൃപയുണ്ട്. വചനം ഈശോ തന്നെയാണ്. കർത്താവ് ഹൃദയം തുറക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജീവിത പങ്കാളിക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി, കഠിന ഹൃദയത്തിലായിരിക്കുന്ന ഓരോ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഹൃദയം തുറക്കണമേ, കർത്താവേ, ഹൃദയം തുറക്കണമേ. ജീവനുള്ള വചനം കേൾക്കാൻ, വചനത്തിന്റെ ശക്തിയെ പ്രാപിക്കാൻ, വചനത്തിൽ പുതുക്കപ്പെടാൻ, വചനത്തിൽ അഭിഷേകത്തിൽ നിറയാൻ, വചന കൃപയാൽ പൂരിതരാകാൻ കർത്താവേ ഹൃദയം തുറക്കണമേ, ഹൃദയം തുറക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 17-ാം വചനത്തിൽ നാം ഇപ്രകാരം കാണുകയാണ്, പരിശുദ്ധാത്മാവും സഭയും നമ്മെ വിളിക്കുകയാണ്. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ജീവനുള്ള വചനം, ദൈവത്തിന്റെ തീവചനം എന്താ നമ്മോട് പറയുന്നത്? ആഗ്രഹിക്കുന്നവർ വരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവേ അങ്ങയുടെ വചനത്താൽ കഴുകപ്പെടുവാൻ, അങ്ങയുടെ ആലോചനയാൽ സമ്പന്നരാകാൻ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ ഞങ്ങളിത് ആഗ്രഹത്തോടെ വന്നിരിക്കുന്നു. അടങ്ങാത്തൊരു ദാഹം, തീരാത്തൊരു ആഗ്രഹം നമുക്കുണ്ടാകട്ടെ. ആഗ്രഹിക്കുന്നവർ സൗജന്യമായി കുടിക്കട്ടെ. പരിശുദ്ധാത്മ വിളിക്കുകയാണ്, മക്കളെ വരിക, നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരിക. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിറയ്ക്കുന്ന സമയം നമുക്ക് ഹൃദയം തുറക്കി പ്രാർത്ഥിക്കാം. സാധിക്കുന്നവർ ഇരു കരങ്ങളും യാചന രൂപത്തിൽ തുറന്നു പിടിക്കുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ, പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ, പരിശുദ്ധാത്മ നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മ തീ കത്തട്ടെ, പരിശുദ്ധാത്മ അഭിഷേകം വെളിപ്പെടട്ടെ. ഇപ്രകാരം വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഇരു കരങ്ങൾ ഉയർത്തി നമ്മൾ യേശുനാമം വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ വരണമേ, കർത്താവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ദൈവകൃപയാൽ, ദൈവശക്തിയാൽ, ദൈവ സാന്നിധ്യത്താൽ, ദൈവ തേജസ്സിനാൽ ഞങ്ങളെ പൂരിതമാക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടി പ്രാർത്ഥിക്കുകയാണ്. ദൈവ സാന്നിധ്യം നിറയട്ടെ, ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ ഇടങ്ങളായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ എല്ലാവരും ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുക. ആമേൻ, ആമേൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എല്ലാവരും ചേർന്ന് അഭിഷേകത്തോടെ പാടുകേ. കർത്താവേ കൃപ തരണമേ, കർത്താവേ കൃപ തരണമേ, കർത്താവേ കൃപ തരണമേ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ യേശുവേ, ആമേൻ. നമ്മുടെ കർത്താവ് ഓൾമൈറ്റിയാണ്. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. അബോധ്യത്തോടെ പാടുകേ. എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ഉറക്കെ ഒന്ന് പ്രഖ്യാപിച്ച്, എന്റെ യേശു ഇന്നും ജീവിക്കുന്നു, എന്റെ യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. എന്റെ യേശു ജീവിക്കും. ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുക. എന്റെ യേശു, എന്റെ യേശു അവൻ ഇന്നും ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. ഒന്ന് പരസ്പരം പറഞ്ഞേ, പരസ്പരം ഒരിക്കൽ കൂടെ പറഞ്ഞേ, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തി എല്ലാം തുറന്ന്, ഹൃദയം തുറന്ന്, ഇടിമുഴക്ക ശക്തിയോടെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങൾ ചെയ്യുന്നവനെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ, കൃപ വർഷിക്കണമേ, കൃപ ചൊരിയണമേ, കൃപ പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപശക്തികള്, തിന്മയുടെ ശക്തികള്, അന്ധകാര ശക്തികള്, ശാപശക്തികള്, സാത്താന്യ ശക്തികള് ദൈവ കൃപയുടെ ശക്തിയാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ. ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക്, അവിടുത്തെ കുടുംബങ്ങളിലേക്ക്, അവിടുത്തെ ദമ്പതികളിലേക്ക്, അങ്ങയുടെ സമർപ്പിതരിലേക്ക്, കർത്താവേ, അവിടുത്തെ യുവജനങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് കൃപ പകരണമേ, കൃപ പകരണമേ, കൃപ പകരണമേ. കൃപ, കൃപ, കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം ഓരോ വ്യക്തിയിലും, ഓരോ കുടുംബത്തിലും, ഓരോ സമൂഹത്തിലും ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. എല്ലാ പൈശാചിക സ്വാധീനങ്ങളും, ദുഷ്ടന്റെ സകലവിധ തിരിച്ചടികളും, പിശാചൊരുക്കുന്ന സകലവിധ കെണികളും ചതികളും ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ ഛിന്ന ഭിന്നമായി പോകട്ടെ. Lord, release your power, your anointing. Jesus, Jesus, Jesus. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, മുഖ്യദൂതന്മാരെ പ്രാർത്ഥിക്കണമേ. അമ്മയുടെ സാന്നിധ്യം നൽകണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, അമ്മ സ്വർഗത്തിന്റെ സൈന്യാധിപയാണ്, അമ്മ സ്വർഗത്തിന്റെ ഭയങ്കരിയാണ്. അമ്മ ഈ കാലത്തിനുള്ള അടയാളമാണ്. ആരെല്ലാം അമ്മയെ സ്നേഹിക്കുന്നുവോ, ആരെല്ലാം പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുന്നുവോ, അവരെ തൊടാൻ പിശാചിന് സാധിക്കുകയില്ല. അമ്മയുടെ സാന്നിധ്യം അത്രയും പവർഫുള്ളാണ്. നമ്മൾ അമ്മയോട് ചേർന്ന്
ഈ വരികൾ പാടി ദൈവവചനം ശ്രവിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോ മറിയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരുന്നു. ചേർന്ന് പാടിക്കേ. പ്രാർത്ഥന ഉയരുന്നു. അമ്മേ പരിമളധൂപം പൊന്നമ്മേ, ഞങ്ങളുടെ അമ്മേ, മറിയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരുന്നു. മറിയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരുന്നു. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ടെലിവിഷൻ സ്ക്രീനിൽ നിങ്ങൾ യൂട്യൂബിലോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ അയക്കണം. നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷയുടെ സമാപനത്തിൽ കർത്താവിൻ്റെ അത്ഭുത നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേകർ ഷെക്കേനയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, കർത്താവ് നടത്തിയ വഴികൾ, കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവങ്ങളൊക്കെ സന്തോഷത്തോടെ വിളിച്ചറിയിക്കുന്ന പലരുമുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം ഹൃദയം നുറുങ്ങി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ ദൈവം മനസ്സലിവിൻ്റെ ദൈവമാണ്. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് അത് മെസ്സേജായിട്ട് അയക്കാം. നമുക്കൊരുമിച്ച് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ദൈവിക ദൂത്, കർത്താവിൻ്റെ കരുണയിൽ ശരണപ്പെടുക എന്നുള്ളതാണ്. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകം മുഴുവനിലും അതിശക്തമാം വിധം തിന്മ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ ഈ ലോകം ദുഷ്ടന്റെ പിടിയിലാണ്. അനേകം ആയിരങ്ങൾ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും പാപത്തിന്റെ മ്ലേച്ഛതയുടെ അതിപ്രസരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതിന്റെ നടുവിൽ ദൈവജനം എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് അനേകര് നിരാശിതരും ദുഃഖിതരും അസംതൃപ്തരുമാണ്. പലരും കർത്താവിൻ്റെ സ്നേഹത്തെ സംശയിക്കുന്നു. എൻ്റെ 30 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ പലപ്പോഴും പലരും ഇപ്രകാരം പങ്കുവെക്കാറുണ്ട്: ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമോ? ഞങ്ങൾ അതുമാത്രം പാപം ചെയ്തവരാണ്, കർത്താവിനെ ദ്രോഹിച്ചവരാണ്, 10 പ്രമാണങ്ങൾ ലംഘിച്ചവരാണ്. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ദൈവത്തിന് കൃപ ലഭിക്കുമോ? കർത്താവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ലഭിക്കുമോ? ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചിട്ടുണ്ട്, പല മ്ലേച്ഛതകളും അരങ്ങേറിയിട്ടുണ്ട്, 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട്, ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോയിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരുമോ? ഞങ്ങൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. വിട്ടുമാറാത്ത രോഗങ്ങൾ, പരാജയങ്ങൾ, അപകടങ്ങൾ, അടിക്കടിക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ മൂലം ഞങ്ങൾ വല്ലാത്ത തകർന്ന അവസ്ഥയിലാണ്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവിൻ്റെ കരുണ കടന്നു വരുമോ? കർത്താവ് ഞങ്ങളിൽ പ്രവർത്തിക്കുമോ? ഞങ്ങൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ പറ്റുമോ? ഇപ്രകാരം ചിന്തിക്കുന്ന അനേകം ആയിരങ്ങൾ ഈ നാളുകളിലുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് മനസ്സലിവിൻ്റെ ദൈവമാണ്. അവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് കമ്പാഷൻ. കരുണാർദ്ദനായ ദൈവമാണ്. നമ്മെ നശിപ്പിക്കാനും തകർക്കാനും നമ്മൾ ഇല്ലാതാക്കാൻ നോക്കിയിരിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ഒരിക്കൽ ഒരു യുവജന ധ്യാനത്തിലെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പ്രകാരം പറഞ്ഞു: ഏറ്റവും വലിയ സാഡിസ്റ്റാണ് ദൈവം.
മറ്റുള്ളവരെ വേദനിപ്പിച്ച്, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തി ദുഃഖിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ്. ഈ സാഡിസ്റ്റുകൾ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ വേദനകളിൽ സന്തോഷിക്കുന്നു. അതുപോലെ ഏറ്റവും വലിയ സാഡിസ്റ്റാണ് ദൈവം. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ചില തെറ്റായ ബോധ്യങ്ങളാ, പിശാച് കൊടുക്കുന്ന ബോധ്യങ്ങളാ. നമ്മുടെ കർത്താവിനെ കുറിച്ച് വചനം എന്താണ് പറയുന്നത്? നമ്മുടെ കർത്താവിന്റെ സ്നേഹം, നമ്മുടെ കർത്താവിന്റെ മഹാകരുണ, അവിടുന്ന് നമ്മോട് ചെയ്ത ദയ, അവിടുത്തെ മനസ്സലിവിലേക്ക് നോക്കുവാൻ നമ്മൾ തയ്യാറാകണം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 21, 22, 23 വചനങ്ങളിലൂടെ നമ്മുടെ കർത്താവിന്റെ സ്നേഹം എന്താണെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. എന്താണ് പ്രത്യാശ തരുന്നത്? കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഹല്ലേലൂയ. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. നമ്മെ പോലെയല്ല നമ്മുടെ കർത്താവ്. സ്നേഹിക്കാൻ മാത്രമാണ് കർത്താവിന് അറിയുന്നത്. ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം. ആ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്, ഫ്രഷ് ആണ്. ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസത്തിലും പുതിയ സ്നേഹം തന്ന്, പുതിയ കൃപ തന്ന്, പുതിയ അഭിഷേകം തന്ന്, പുതിയ ശക്തി തന്ന്, പുതിയ സാന്നിധ്യം തന്ന് നമ്മെ നടത്തുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, പിശാച് തരുന്ന തെറ്റായ ബോധ്യങ്ങളിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവത്തിന്റെ വചനം എന്താണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത്, അതിൽ ഹൃദയമുറപ്പിക്കുവാനും അത് വിശ്വസിക്കുവാനും അതിൽ ശരണപ്പെടുവാനും നമുക്ക് സാധിക്കണം. അസ്തമിക്കാത്ത സ്നേഹം. നമ്മൾ മാരകമായ പാപം ചെയ്താലും, അതികഠോരമായ തെറ്റ് ചെയ്താലും നമ്മെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മളെ മാറ്റി നിർത്തുന്നവനല്ല കർത്താവ്. നമ്മോടുള്ള സ്നേഹം 1% പോലും കർത്താവിന് കുറയുന്നില്ല. ഇത് തന്നെയല്ലേ വിശുദ്ധ യോഹന്നാനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം. സുവിശേഷത്തിന്റെ മുഴുവൻ പ്രഖ്യാപനം ഈ വചനത്തിലുണ്ട്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ ആരെല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് എന്തുമാത്രം ആനന്ദവും പ്രത്യാശയും തരുന്ന. ഇന്ന് അനേകര് കുറ്റബോധത്തിലാണ്, വല്ലാത്തൊരു ഗിൽറ്റി ഫീലിംഗിലാണ്. ഐ ആം നോട്ട് വർത്തി, ഞാൻ യോഗ്യനല്ല കർത്താവിന്റെ കൃപ സ്വീകരിക്കാൻ, കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവ് എന്നുള്ള നാമം ഉച്ചരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് അതിനുള്ള അർഹതയില്ല. പലപ്പോഴും നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തെ നമ്മൾ അറിയാതെ പോവുകയാണ്. ഒരുവനും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ പൗലോസും സഭയെ പഠിപ്പിക്കുക. തിമോത്തിയോസ് 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം. എന്താ പൗലോസ് ലീഗ പറയുന്നത്? എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്താണ് കർത്താവിന്റെ ആഗ്രഹം? കർത്താവിന്റെ ആഗ്രഹം എന്താ പ്രിയപ്പെട്ടവരെ? സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. ആരും നശിച്ചു പോകരുത്, ആരും നശിച്ചു പോകരുത്, ആരും തീനരകത്തിൽ എത്തരുത്. എല്ലാവരും രക്ഷപ്പെടാൻ പ്രാപിക്കണം, സത്യം അറിയണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ്ലിയ പറയുന്നത്. 2 പീറ്റർ, പത്രോസ് 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വചനം. എന്താ പത്രോസ്ലിയ പറയുന്നത്? ഈ വചനങ്ങളിലൂടെ വെളിപ്പെടുന്ന അഭിഷേകം നിങ്ങൾ സ്വീകരിക്കണം.
നമ്മുടെ ജീവിതത്തിലുള്ള കെട്ടുകൾ പൊട്ടണം. കുറ്റബോധത്തിൻ്റെ നെഗറ്റീവായ ചിന്തകള്, നിഷേധാത്മകമായ ചിന്തകള്, കർത്താവിൻ്റെ സ്നേഹത്തെ പലപ്പോഴും അറിയാൻ കഴിയാതെ പോകുന്ന എല്ലാ കാഴ്ചപ്പാടുകളിൽ നിന്നും നമ്മൾ പുറത്തു വരണം. പരിശുദ്ധാത്മാവ് നമ്മോട് പറയാണ്. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ, എല്ലാവരും ഒരുമിച്ചെന്ന് പറഞ്ഞ്, ആരും നശിച്ചു പോകാതെ. ഒരൽപ്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞ്, ആരും നശിച്ചു പോകാതെ. ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അത് പിശാചാണ് ആഗ്രഹിക്കുന്നത്. സകലരും അനുതപിക്കണമെന്നും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ തിരുഹിതം. പ്രഭാഷകന്റെ പുസ്തകം 2:11 ആ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇതെന്തിനാ പരിശുദ്ധാത്മ പറയണമെന്നറിയോ? ഈ വചനങ്ങളിൽ നമ്മൾ ഹൃദയമുറപ്പിക്കണം. നമ്മുടെ കർത്താവിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കർത്താവിന്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തതയിലേക്ക് നമ്മൾ നോക്കണം. നമ്മുടെ കർത്താവിന്റെ മഹാകൃപയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ജീസസ് നമ്മുടെ ജീവിതം ആനന്ദത്തിന്റെ, കൃപയുടെ, അഭിഷേകത്തിന്റെ ജീവിതമായിട്ട് മാറും. കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരെ പ്രിയപ്പെട്ടവരെ? ആർദ്ര ഹൃദയൻ. പാറ പോലെ ഇരിക്കുന്നവ, എനങ്ങാ പാറയല്ല നമ്മുടെ കർത്താവ്. നമ്മളിൽ ചിലരൊക്കെ അങ്ങനെയാ, ഒരു മനസ്സലിവുമില്ല, കഠിന ഹൃദയം, എനങ്ങാപ്പാറകളെ പോലെ. അങ്ങനെയുള്ളവനല്ല നമ്മുടെ കർത്താവ്. ആർദ്ര ഹൃദയം, കരുണാമയൻ, കഷ്ടതയുടെ, നമ്മുടെ കണ്ണുനീരിന്റെ, ദുഃഖ ദുരിതങ്ങളുടെ നടുവിൽ അകന്നിരിക്കുന്നവനല്ല, മാറിപ്പോകുന്നവനല്ല നമ്മുടെ ഈശോ. നമ്മുടെ രക്ഷയ്ക്കെത്തുന്നവൻ, നമ്മളെ വീണ്ടെടുക്കുന്നവൻ, പുതുജീവൻ തരുന്നവൻ, പുതുശക്തി തരുന്നവൻ, പുതിയ കൃപ തരുന്നവൻ, പുതിയ അഭിഷേകത്താൽ നിറയ്ക്കുന്നവൻ, അവനത്രേ നമ്മുടെ യേശു. എത്ര കൃത്യമായിട്ട് വചനം പറയുന്നത്. എന്തിനാ എൻ്റെ സഹോദരി നീ സംശയിക്കണേ? എൻ്റെ സഹോദര, നീ എന്തിനാ കർത്താവിന്റെ സ്നേഹത്തിനെതിരെ ചിന്തിക്കണേ? ഒരു വചനം കൂടി പരിശുദ്ധാത്മ തരികയാണ്. നിയമാവർത്തന പുസ്തകം 7:9 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിയമാവർത്തനം 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവൻ, വിശ്വസ്തനായ ദൈവം. വിശ്വസ്തനായ ദൈവം. നമ്മുടെ കയ്യിൽ 2000 രൂപയുടെ നോട്ടുണ്ട്. ചിന്തിക്കുക, പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഈ നോട്ട്, നമ്മൾ നടന്നു പോകണം റോഡരികിലൂടെ, ആ റോഡിൽ ചെളിയിലേക്ക് വീണു. ആ 2000 രൂപ പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് പോവോ? നമ്മൾ ആരെങ്കിലും പോവോ? നമ്മൾ ആരും പോവത്തില്ല. ചെളിയിൽ വീണത് കൊണ്ട് 2000 രൂപ അല്ലാതായിട്ട് മാറുന്നുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ എന്ത് ചെയ്യും? ആ 2000 രൂപ എടുത്ത് അതിന് മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ചെളിയൊക്കെ തട്ടിക്കളഞ്ഞ് നമ്മൾ ആ പൈസ പോക്കറ്റിൽ വെക്കും. ഇതുപോലെ നമ്മളൊരു പാപം ചെയ്തു, കർത്താവിനെ വേദനിപ്പിച്ചു, കർത്താവിനെ സങ്കടപ്പെടുത്തി, ഉടനെ കർത്താവ് ശിക്ഷിക്കാനും നശിപ്പിക്കാനും തകർക്കാനും ഇല്ലാതാക്കാൻ ഇരിക്കുകയാണോ? ഒരിക്കലുമല്ല. അത് പിശാച് തരുന്ന ചിന്തയാണ്. നമ്മളൊരു പാപം ചെയ്തു, നമ്മൾ കർത്താവിനെ സങ്കടപ്പെടുത്തി, ചില ബോധപൂർവം തന്നെ നമ്മൾ കർത്താവിനെ വേദനിപ്പിച്ചു, ശരിയാ. പക്ഷെ ആ പാപം ചെയ്തത് കൊണ്ട് ഞാനും നിങ്ങളും കർത്താവിന്റെ മകനും മകളും അല്ലാതായിട്ട് മാറുന്നില്ല. കർത്താവിന്റെ സ്നേഹത്തിന് ഒരു മാറ്റം വരുന്നില്ല. അവൻ വിശ്വസ്തനായ ദൈവമാണ്. തന്റെ സ്വഭാവത്തെ നിഷേധിക്കാൻ കർത്താവിന് പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്ന് വിചാരിച്ച് നമ്മൾ കൂടുതൽ പാപം ചെയ്യല്ല. കർത്താവിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ സ്നേഹത്തിന്റെ നിറഞ്ഞൊഴുക്കിനാൽ നമ്മുടെ ജീവിതങ്ങൾ പൂരിതമായാൽ, പിന്നെ കർത്താവിനെ സങ്കടപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. ഒരിക്കൽ ബാംഗ്ലൂര്, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അവിടെ പഠിക്കാൻ പോയ ഒരു ചെറുപ്പക്കാരൻ കോട്ടയത്ത് നടത്തിയ ധ്യാനത്തിലാണ് ഇവൻ ഈ അനുഭവം എന്നോട് പറഞ്ഞത്. അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി.
അവിടെ MBA പഠിക്കാൻ പോയതാണ്. അങ്ങനെ പഠന സമയത്ത് ഇഷ്ടംപോലെ കൂട്ടുകാരൊക്കെ അവനുണ്ട്. ഇവൻ്റെ ബർത്ത്ഡേ ആയി. ഈ സമയത്ത് ഇവൻ ഫ്രണ്ട്സിനും കൂട്ടി ഹോട്ടലിലോട്ട് പോയി. നമുക്കറിയാം അവിടെ എന്തും ബാംഗ്ലൂർ സിറ്റിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും, എല്ലാം സുലഭമാണ്. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു നമുക്ക് അടിച്ചു പൊളിക്കാം, നമുക്ക് എൻജോയ് ചെയ്യണം. അവൻ പറഞ്ഞു നിങ്ങൾ എൻജോയ് ചെയ്തോ, നിങ്ങൾക്ക് വയറ് നിറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവസമൃദ്ധമായ ആഹാരം നിങ്ങൾക്ക് വാങ്ങിത്തരാം, നിങ്ങൾക്ക് എന്താണ് വേണത് അത് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ പലരും പറഞ്ഞു ഞങ്ങൾക്ക് ആഹാരം മാത്രം പോരാ, ഞങ്ങൾക്ക് കള്ള് വേണം, ഞങ്ങൾക്ക് കള്ള് മദ്യം വേണം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു കള്ള് മാത്രം ഞാൻ തരത്തില്ല, നിങ്ങൾക്ക് എത്ര വിലപിടിപ്പുള്ള ആഹാരം വേണമെങ്കിൽ നിങ്ങളത് കഴിച്ചോളാൻ പറഞ്ഞു. ഈ കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് കള്ള് വേണം, ഞങ്ങൾക്ക് മദ്യം വേണം, നമുക്ക് എൻജോയ് ചെയ്യണം. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാനത് സമ്മതിക്കില്ല, എനിക്കത് പറ്റത്തില്ല. അപ്പോൾ വേറൊരുത്തൻ പറയണം നിനക്ക് ഇപ്പോഴും നിന്റെ അപ്പനെ പേടിയാണോ? എടാ പോയി പണി നോക്കാൻ പറയടാ, ആരടാ നിന്റെ ഈ അപ്പൻ? നീ എന്തിനാ അപ്പനെ പേടിച്ചിരിക്കണേ? നിനക്ക് ഇത്രയും പ്രായമായില്ലടാ, നമ്മൾ ബാംഗ്ലൂരല്ലടാ, അപ്പനെങ്ങാനും അറിയാൻ പോകുന്നുണ്ടോ? നമുക്ക് അടിച്ചു പൊളിക്കാടാ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറയല്ലേ നിർത്തടാന്ന് പറഞ്ഞ് ഇവൻ പറയാണ് എൻ്റെ അപ്പനെ പേടിച്ചിട്ടല്ല ഞാൻ കള്ളു കുടിക്കാത്തത്, എൻ്റെ അപ്പനെ ഭയപ്പെട്ടിട്ടല്ല ഞാൻ നിങ്ങൾക്ക് കള്ളു വാങ്ങി തരാത്തത്. എൻ്റെ അപ്പൻ്റെ സ്നേഹം എനിക്കറിയാം, എൻ്റെ അപ്പനെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാ ഞാൻ കള്ളു കുടിക്കാത്തതും നിങ്ങൾ കള്ളു വാങ്ങി തരാത്തതും. ഇതിൽ വലിയൊരു മെസ്സേജ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ എത്ര വാസ്തവമാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരു ദൈവ പൈതൽ തിരിച്ചറിഞ്ഞാൽ, കർത്താവിൻ്റെ സ്നേഹത്താൽ ഒരു വ്യക്തി നിറയപ്പെട്ടാൽ പിന്നെ കർത്താവിനെ സങ്കടപ്പെടുത്താൻ പെട്ടെന്ന് സാധിക്കില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ കൃപയിൽ വീണുപോയി, നമ്മളൊരു പാപം ചെയ്തു പോയി, നമ്മൾ കർത്താവിനെ വേദനിപ്പിച്ചു, ഉടനെ നമ്മളിങ്ങനെ ഒരു കുറ്റബോധത്തിലേക്ക്, ഓ കർത്താവിനെ സങ്കടപ്പെടുത്തിയല്ലോ, ഞാൻ അയോഗ്യയാണല്ലോ, എനിക്കിനി കൃപ കിട്ടുമോ, കർത്താവിനെ തള്ളിക്കളയുമോ, നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. വിശുദ്ധ കൊച്ചുത്രേസ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചുത്രേസ്യ പുണ്യവതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പാപം ചെയ്താൽ ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ ഉരുളുകയല്ല ചെയ്യുന്നത്, ആ പാപത്തിൽ ഞാൻ എഴുന്നേറ്റ് ഞാൻ അതിവേഗം എന്റെ അപ്പന്റെ മടിയിലേക്ക് ഓടിച്ചെല്ലും. ഹല്ലേലൂയ. ഈ ഒരു ആശ്രയ ബോധമാണ് എന്റെ സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. പിശാചിന്റെ ഒരു വലിയ ഡിസെപ്ഷനാണ്, ചതിയാണ്. ഇനി ദൈവം നിന്നെ സഹായിക്കുകയില്ല, ഇനി ദൈവത്തിന്റെ കൃപ നിനക്ക് കിട്ടത്തില്ല. നീ ഇന്ന പാപങ്ങളൊക്കെ ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചില്ലേ, നീ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയല്ലേ, ദൈവസ്നേഹം അനുഭവിച്ചൊരു വ്യക്തിയല്ലേ, ദൈവത്തിന്റെ വചനം കേട്ട വ്യക്തിയല്ലേ, നീ ഇത്രമാത്രം ധ്യാനങ്ങൾ കൂടിയ വ്യക്തിയല്ലേ, നീയല്ലേ ഇതുപോലെ പാപം ചെയ്തത്, നീയല്ലേ ഇതുപോലെ കർത്താവിനെ വേദനിപ്പിച്ചത്, ഇനി കൃപ കിട്ടത്തില്ല, കർത്താവ് നിന്നെ തള്ളിക്കളഞ്ഞു. ഇന്ന് അനേകം ദൈവമക്കള് പിശാചിന്റെ ഈ ചതിയിൽ, ഈ കുറ്റബോധത്തിന് പിടിയിൽ പെട്ടുകിടക്കുക. സന്തോഷിക്കാൻ പറ്റുന്നില്ല, പ്രത്യാശിക്കാൻ പറ്റുന്നില്ല, ആശ്വാസമില്ല. ജീവിതം നരകിച്ച് നരകതുല്യമായി യാന്ത്രികമായി ജീവിക്കുന്ന ആയിരങ്ങളെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ സത്യസുവിശേഷം നിങ്ങൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ നിർമ്മലമായ വചനം പഠിപ്പിക്കുക. അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. നമ്മെ കരുതുന്നവൻ, നമ്മെ പരിപാലിക്കുന്നവൻ, നമ്മെ മാറോടണയ്ക്കുന്നവൻ. ആ സ്നേഹത്തിലേക്ക് കണ്ണുകൾ ഉയർത്തണം പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ ഉയർത്തണം. ഒരിക്കലേ പാലഭാഗത്ത് ഞാനൊരു ധ്യാനത്തിന് പോയതാണ്. 70-72 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ഒരു സംഭവം ഞാൻ പറയാം. ഇത് പറയുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ ഉണർത്തുന്നു. ഈ ശുശ്രൂഷയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പലരും ഇതുപോലെ കുറ്റബോധത്തിന് പിടിയില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ ആത്മാവിന്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല. കർത്താവ് പാപങ്ങൾ ക്ഷമിച്ചോ ഒരു ഉറപ്പ് കിട്ടുന്നില്ല. പാപക്ഷമയുടെ ആനന്ദത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. അവരിപ്പോഴും കുറ്റബോധത്തിലാണ്. ജീവിതത്തിൽ ചെയ്തു പോയ ചില പാപങ്ങളുടെ വിഴുപ്പും പേറി അവരിപ്പോഴും കഴിയുകയാണ്. അനുതപിച്ചു, കർത്താവിനോട് ഏറ്റുപറഞ്ഞു, എന്നിട്ടും ഉറപ്പ് കിട്ടുന്നില്ല. കർത്താവ് ക്ഷമിച്ചു,
കർത്താവ് ക്ഷമിച്ചു. ഈ ഒരു ചിന്തയിൽ അനേകര് ഈ പ്രാവശ്യത്തെ റേമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്ത് സന്ദേശമാണ് കർത്താവ് തരുന്നത്? കർത്താവ് പറഞ്ഞു, എൻ്റെ മകനെ, ഈ ഒരു വിഷയത്തിൽ ഇന്ന് അനേകര് വേദനിക്കുന്നുണ്ട്. ഈ ആലോചന നീ എൻ്റെ ജനത്തിന് കൊടുക്കുക. അതുകൊണ്ടാണ് ഈ മെസ്സേജ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഈ 70-72 വയസ്സ് പ്രായമുള്ള അമ്മച്ചി ധ്യാനത്തിന് 1-ാം ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് മുറിയിലേക്ക്, എൻ്റെ റൂമിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും അമ്മച്ചി എന്നെ കാണാൻ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം ഞാൻ ശുശ്രൂഷ കഴിഞ്ഞിങ്ങനെ ഇറങ്ങി വന്ന് എൻ്റെ റൂമിലേക്ക് കയറുന്ന സമയത്ത് കൈയോടെ എന്നെ അമ്മച്ചി പിടിച്ചടാ, മോനെ നിൽക്കടാ, മോനെ നീ ഇവിടെ നിൽക്കടാ, ഞാൻ ഈ 2 ദിവസങ്ങളായി മോനെ നിന്നെ കാണാൻ വേണ്ടി നടക്കുക. നമ്മുടെ എന്താ അമ്മച്ചി കാര്യം? അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ നീ ആരോടും പറയരുത്, എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ ആരോടും പറയില്ല. ഞാൻ പറഞ്ഞു, എന്താ വിഷയം അമ്മച്ചി? അമ്മച്ചിയുടെ യൗവന പ്രായത്തിലെ അമ്മച്ചി ചെയ്ത ഒരു മഹാപാപം, ഒരു ഘോരമായ പാപമാണ്. ആ പാപം അമ്മച്ചിക്ക് മനസ്സിലായി, തെറ്റിപ്പോയി എന്ന്. അമ്മച്ചി അതിനോടത്ത് അനുതപിച്ചു, കർത്താവിനോട് ഏറ്റുപറഞ്ഞു, അനേക പ്രാവശ്യം കുമ്പസാരത്തിൽ പറഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ടും തൻ്റെ 72-ാമത്തെ വയസ്സിലെത്തിയിട്ടും അമ്മച്ചിക്ക് ഉറപ്പ് കിട്ടുന്നില്ല കർത്താവ് പാപം ക്ഷമിച്ചോ എന്ന്. അമ്മച്ചി ഇപ്പോഴും തൻ്റെ യൗവനത്തിൽ താൻ ചെയ്തു പോയ ആ കഠിനമായ പാപത്തിന്റെ വിഴുപ്പും പേറി വർഷങ്ങളായി ഈ അമ്മച്ചി ജീവിക്കുക. എങ്ങനെയാ ആനന്ദമുണ്ടാകുക? എങ്ങനെയാ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുക? കർത്താവ് തരുന്ന നന്മകളിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റും? പ്രിയപ്പെട്ട ഹൃദയം അടഞ്ഞു പോയിരിക്കുക. ഈ കുറ്റബോധം, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ കർത്താവിനെ വേദനിപ്പിച്ചു, ഞാൻ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി, ഞാൻ നരകത്തിന് അർഹയാണ്, എനിക്കിനി രക്ഷയില്ല, എൻ്റെ കുടുംബത്തിന് ഈ തകർച്ചയ്ക്ക് കാരണം ഞാൻ അന്ന് ചെയ്ത മഹാപാതകമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അമ്മച്ചി വിഷമിച്ചിരിക്കുക. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇത് കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട്? അമ്മച്ചി പറഞ്ഞ എല്ലാ കുംഭസാരത്തിലും പറയുന്നുണ്ട് മോനെ, ഉറപ്പ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, പിന്നീട് അമ്മച്ചി ഈ പാപം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല മോനെ, ഇനി ഒരു കുംഭസാരത്തിൽ ഏറ്റു പറയണ്ട. അമ്മച്ചിയുടെ പാപം കർത്താവ് ക്ഷമിച്ചു. അമ്മച്ചി ധൈര്യമായിരിക്കാൻ പറഞ്ഞു. എൻ്റെ കൈ പിടിച്ച് 72 വയസ്സ് പ്രായമുള്ള ആ വല്യമ്മച്ചി എൻ്റെ കൈക്ക് പിടിച്ചിങ്ങനെ തുരുതുര മുത്തം തന്നിട്ട് പറഞ്ഞു, മോനെ ഒത്തിരി സന്തോഷമായട, ഒത്തിരി സന്തോഷമായട. നമ്മുടെ കർത്താവ് തരുന്ന ഈ ഉറപ്പിൽ അങ്ങ് വിശ്വസിച്ചോളാൻ പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പാപം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സുഖത്തെ പോലെ തന്നെ അതുപോലെയുള്ള തെറ്റാണ് കർത്താവ് പാപം ക്ഷമിച്ചിട്ടും ദുഃഖത്തിൽ നമ്മൾ കഴിയുന്നത്. നിങ്ങളിത് ശ്രദ്ധിക്കണം കേട്ടോ. പാപം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സുഖത്തെ പോലെ തന്നെ തെറ്റാണ് കർത്താവ് പാപം ക്ഷമിച്ചിട്ടും കർത്താവ് ക്ഷമിച്ചു എന്ന് ചിന്തിച്ച് ദുഃഖത്തോടെ കഴിയുന്നത്. ഇപ്രകാരം കഴിയുന്ന അനേകരെ ഈ ശുശ്രൂഷയിൽ കർത്താവിന്റെ കണ്ണുകൾ കാണുന്നുണ്ട്. ജീസസ് ജീസസ് ദൈവകരുണ ഒഴുകപ്പെടുകയാണ്. ദൈവമക്കളെ ശ്രദ്ധിക്കണം, നമ്മുടെ യോഗ്യത എന്താ? ഞാനൊരു ചുമ്മാ ഭംഗിവാക്ക് പറയല്ല. ഞാനൊരിക്കൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ എന്തുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തത്? എന്നേക്കാൾ എത്രയോ വിശുദ്ധിയുള്ള, പ്രാർത്ഥനയുള്ള, സമർപ്പണമുള്ള ആയിരങ്ങള് കേരള സഭയിലുണ്ടല്ലോ. നീ എന്തിനാ ദുർബലനായ, നിസാരനായി എന്നെ തെരഞ്ഞെടുത്തത്? കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മകനെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്, ഞാൻ അതിന് കണ്ട യോഗ്യത നിന്റെ അയോഗ്യത തന്നെയാണ്. നിന്റെ അയോഗ്യതയാണ് ഞാൻ നിന്നിൽ കണ്ട യോഗ്യത. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം ചിന്തിച്ച ദൈവമക്കളെ, നമ്മുടെ യോഗ്യത എന്താ? നമ്മുടെ അയോഗ്യത തന്നെയാ. നമ്മൾ നിലനിൽക്കുന്നത് കർത്താവിന്റെ യോഗ്യതയില. വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്, പാപമറിയാത്ത യേശു ക്രിസ്തുവിനെ ദൈവപിതാവ് നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. നമ്മുടെ യോഗ്യത കർത്താവിന്റെ യോഗ്യതയാണ്. നമ്മുടെ വിശുദ്ധി കർത്താവിന്റെ പരിശുദ്ധിയാണ്.
നമ്മുടെ നിലനിൽപ്പ് കർത്താവിന്റെ നിലനിൽപ്പിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് അസ്വസ്ഥരാകരുത് കേട്ടോ. കുറ്റബോധത്തോടെ ജീവിക്കരുത്. ഇനി നിരാശപ്പെട്ട് ജീവിതം നരകതുല്യമാക്കരുത്. കർത്താവിന് മുറുകെ പിടിക്കേ, കർത്താവിനെ ആശ്രയിക്കേ. പലപ്പോഴും പലരും വന്ന് പറയാറുണ്ട്, സഹോദര, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ദൈവ കൽപ്പനകളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. 1-ാം പ്രമാണം ഒരുപാട് പ്രാവശ്യം തെറ്റിച്ചിട്ടുണ്ട്. 6-ാം പ്രമാണം തെറ്റി, 3, 4, 5 എല്ലാ പ്രമാണങ്ങളും തെറ്റിച്ചിരിക്കുക. കർത്താവിന്റെ വചനത്തോട് ഞങ്ങള് അനാദരവ് കാണിച്ചിട്ടുണ്ട്. ഈ കുടുംബം എങ്ങനെ രക്ഷപ്പെടുക? ഞങ്ങളുടെ കുടുംബം ശാപഗ്രസ്തമാണ്. നിരന്തരം പ്രശ്നങ്ങളും കലഹങ്ങളും അടിപിടികളും കണ്ണുനീരും മാത്രമാണ് ഈ കുടുംബത്തിൽ. ഈ കുടുംബത്തിലേക്ക് കർത്താവിന്റെ കൃപ കടന്നു വരുമോ? പലപ്പോഴും പലരും ഇങ്ങനെ ചോദിച്ച സമയങ്ങളിൽ കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ പറ്റാതെ പലപ്പോഴും ഞാൻ വിഷമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ആലോചന എനിക്ക് തന്നു. യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എടുത്ത് വായിക്കുക, യേശുവിൻ്റെ വംശാവലി എടുത്ത് പഠിച്ച് ധ്യാനിക്കുക. കർത്താവിൻ്റെ ഗ്ലോറിയസ് മേഴ്സി, കർത്താവിൻ്റെ ആ മഹത്തരമായിട്ടുള്ള മഹത്വപൂർണമായ കാരുണ്യം നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു ഇടമാണ് യേശുവിൻ്റെ വംശാവലി. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുതലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അവിടെ പ്രധാനമായി 5 സ്ത്രീകളെ പരിശുദ്ധാത്മ പരാമർശിക്കുന്നുണ്ട്. അതിൽ ആദ്യ സ്ത്രീ ആരാന്നറിയോ? താമാറാണ്. യേശുക്രിസ്തുവിന്റെ മുതുമുത്തശ്ശിയായിട്ട് വലിയ വെല്ലുമെച്ചിയായി ദൈവപിതാവ് തെരഞ്ഞെടുത്ത് അവിടെ എഴുതി വെച്ചിരിക്കും വംശാവലിയിൽ. താമാർ ആരായിരുന്നു? താമാർ ഉൽപ്പത്തിയുടെ പുസ്തകം 38:24 കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് ഉൽപ്പത്തി 38:24 വചനം പറയുന്നുണ്ട് താമാർ ആരാണെന്ന്. തൻ്റെ അമ്മായിപ്പനുമായി പാപം ചെയ്തവളാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്ന് യൂദ കേട്ടു. യൂദയിൽ നിന്ന് ഗർഭിണിയായവളാണ്, പാപം ചെയ്തവളാണ്, മഹാപാതകമാണ്. എന്നാൽ ഇതുപോലെ മഹാപാതകം ചെയ്ത താമാറെ ദൈവം മാറ്റി നിർത്തിയില്ല, ദൈവം തള്ളിക്കളഞ്ഞില്ല. യേശുവിന്റെ വംശാവലിയിൽ താമാറിന്റെ പേര് ദൈവം എഴുതി വെച്ചു. കർത്താവിന്റെ മുതുമുത്തശ്ശിയായിട്ട്. 2-ാമത്തെ സ്ത്രീ ആരാന്നറിയോ? നിങ്ങളെടുത്ത് വായിക്കണം. റാഹബാണ്. ആരായിരുന്നു ഈ റാഹബ്? ജോഷ്യ പ്രവാചകന്റെ പുസ്തകം 2:1 കാണാൻ പറ്റും. ജെറിക്കോ പട്ടണത്തിൽ പരസ്യമായി വേശ്യാവൃത്തി ചെയ്തിരുന്ന ഒരു പെണ്ണായിരുന്നു. നൂനിന്റെ മകനായ ജോഷ ഷിത്തീമിൽ നിന്ന് 2 പേരെ രഹസ്യ നിരീക്ഷണത്തിനായി അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ. പ്രത്യേകിച്ച് ജെറിക്കോ. അവർ പട്ടണത്തിലെത്തി. വേശ്യയായ റാഹബിന്റെ വീട്ടിൽ രാത്രി കഴിച്ച്. അവൾ ഒരു വേശ്യ പെണ്ണായിരുന്നു. ഈ വേശ്യ സ്ത്രീയെ ദൈവം തെരഞ്ഞെടുത്തു. അതിന്റെ അർത്ഥം എന്താ? പിന്നെ ആ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാനല്ല. ശരിയാ, അവൾ ഒരു വേശ്യസ്ത്രീ ആയിരുന്നു. എന്നാൽ ദൈവം അവളോട് കരുണ കാണിച്ചു. തന്റെ കാരുണ്യത്തിൽ അവളെ വീണ്ടെടുത്തു. ഇതാണ് കർത്താവിന്റെ മേഴ്സി. ഇതാണ് കർത്താവിന്റെ അസ്തമിക്കാത്ത സ്നേഹം. ഈ സ്നേഹത്തിലേക്ക് കണ്ണുയർത്താൻ പ്രിയ ദൈവത്തിന്റെ പൈതലേ നമുക്ക് സാധിക്കണം. നിരാശപ്പെടരുത്. പിശാച് പറയും നിന്റെ ജീവിതം കഴിഞ്ഞു, നീ പൊട്ടി പാളീസായി, നിനക്ക് ഇനി രക്ഷയില്ല, നിന്നിലൂടെ നിന്റെ കുടുംബം നശിക്കും. ഇതൊക്കെ പിശാചിന്റെ നെഗറ്റീവ് ചിന്തകളാ. സാത്താൻ വഞ്ചകനാണ്, ചതിയനാണ്. അവൻ നുണയന്മാരുടെ അപ്പനുമാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഇനി 3-ാമത്തെ വ്യക്തിയായിരുന്നു റൂത്ത്. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 3-4 വചനങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവൾ മോവാബ്യ സ്ത്രീയാണ്. ഓർഫ, റൂത്ത് എന്നീ മോവാബ്യ സ്ത്രീകൾ വിവാഹം ചെയ്തു. 10 വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു. അവൾ മോവാബ്യ സ്ത്രീയെ കർത്താവിന്റെ സഭയിൽ മോവാബ്യർക്കും അമോന്യർക്കും സ്ഥാനമില്ലായിരുന്നു. ഒരു മോവാബ്യ സ്ത്രീയെ നമ്മുടെ കർത്താവിന്റെ മുതുമുത്തശ്ശിയായിട്ട് ദൈവപിതാവ് തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ മേഴ്സി, കർത്താവിന്റെ കരുണാർദ്രമായ സ്നേഹത്തിലേക്ക് നോക്കിക്കേ.
സഹോദരങ്ങളൊന്ന് നോക്കിക്കേ. നീ എന്തിനു നിരാശപ്പെട്ടിരിക്കണേ? ഞാൻ മൂലം എൻ്റെ കുടുംബം തകർന്നു. എൻ്റെ ഈ പാപമാണ് എൻ്റെ മക്കളിങ്ങനെ ആക്കിയത്. ഞാൻ ചെയ്ത തെറ്റുകളാണ് എൻ്റെ കുടുംബത്തിലേക്ക് ഈ വിപത്തുകളൊക്കെ കൊണ്ടുവന്നത്. എൻ്റെ അസംഖ്യമായിട്ടുള്ള തിന്മകളാണോ ഈ ദുരിതത്തിന് കാരണമെന്ന് ചിന്തിച്ച് നീ നിന്റെ ജീവിതത്തെ നശിപ്പിക്കരുത്. കർത്താവിൻ്റെ തിരുവെഴുത്ത് പറയാണ്, നീ അനുദപിച്ചാ മതി. നീ കർത്താവിന്റെ സ്നേഹത്തെ ശരണപ്പെട്. കർത്താവ് തള്ളിക്കളയില്ല. മാറോട് ചേർത്ത് പിടിക്കുന്നവനാ നമ്മുടെ ദൈവം. നാലാമത്തെ വ്യക്തി ആരാന്നറിയോ? ബത്ശബയാണ്. ഊറിയായുടെ ഭാര്യ ബത്ശബ, ദാവീദുമായി പാപം ചെയ്തവള്. അവളെയും ദൈവം തെരഞ്ഞെടുത്തു. അഞ്ചാമത്തെ സ്ത്രീ ആരാന്നറിയോ? പരിശുദ്ധ അമ്മ. ലൂക്ക 1:28 ഈ 4 സ്ത്രീകളിൽ വ്യത്യസ്തമായി ദൈവകൃപ കൊണ്ട് നിറഞ്ഞവള്, താഴ്മയുള്ളവള്, കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിച്ചവള്. പരിശുദ്ധ മറിയം അമ്മയെ തെരഞ്ഞെടുക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനം! എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ളവരൊക്കെ ദൈവം തെരഞ്ഞെടുത്തത്? ആരെയും മാറ്റി നിർത്തുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്ന് വിചാരിച്ച് തോന്നിയതുപോലെ ജീവിക്കാനുള്ള ലൈസൻസ് ആണ് അല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ, കർത്താവിന്റെ സ്നേഹത്തിന്റെ സ്പാർക്ക് നമ്മുടെ അകത്തുണ്ടായാൽ, പിന്നെ നമ്മൾ ഈ വേട്ടപ്പെട്ടിയെ പോലെയാ. കർത്താവിന് വിട്ടുപോകാൻ പറ്റത്തില്ല നമുക്ക്. കർത്താവിന് വിട്ടുമാറാൻ പറ്റത്തില്ല. വിശുദ്ധ പൗലോസ് പറഞ്ഞില്ലേ, ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു സുവിശേഷം പ്രഘോഷിക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ, ജാഗരിച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവിന്റെ സഭയെ പടുത്തുയർത്തുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വചനത്തിന്റെ തീ നമ്മൾ സ്വന്തമാക്കണം. കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്തിനു വേണ്ടി? വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ ജീവിക്കാനായിട്ട്. ദൈവമക്കളെ, 1-2 വചനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ തിരുവെഴുത്ത് പറയാണ്, മിഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. 19-ാമത്തെ വചനമാണ് മിക്ക 7:19. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും, നമ്മുടെ അകൃത്യങ്ങൾ അവിടുന്ന് ചവിട്ടി മെതിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. നമ്മുടെ പാപങ്ങളെ തൂത്തെറിയും. അത് പൊക്കിയെടുക്കാൻ ആർക്കും പറ്റത്തില്ല. ഇങ്ങനൊരു കർത്താവ് നമുക്കുള്ളത്. ഇന്ന് കരമടിച്ച കർത്താവ് മാത്രം കൊടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ തൂത്തെറിഞ്ഞ് നമ്മൾ വീണ്ടെടുത്ത് രക്ഷിക്കും നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്തതിനാ. എന്ന് ചേർത്ത് പാടിക്കേ, മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്തതിനാ. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം, നന്ദിയോടടിവണങ്ങും. ആ സ്നേഹമൊന്ന് അനുഭവിച്ചുകൊണ്ട് പാടിക്കേ, സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം, നന്ദിയോടടിവണങ്ങും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വചനത്തിൽ എന്താ പറയുന്നത്? ആ വചനം നിങ്ങൾ സ്വന്തമാക്കണം. 6:37 പറയാണ്, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഒരിക്കലും തള്ളിക്കളയാത്ത, ഒരിക്കലും മാറ്റി നിർത്താത്ത, ഒരിക്കലും പക്ഷപാതം കാണിക്കാത്ത നമ്മുടെ കർത്താവ്. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നോക്കി നമ്മൾ അവിടുത്തെ ആശ്രയിക്കുന്ന ദൈവമക്കളെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ ഓർത്ത് ആ പാപങ്ങളുടെ ഭാരവും പേറി നമ്മൾ ആരും ഇനി ജീവിക്കേണ്ട, അനുതപിക്കുക, കർത്താവിനോട് ഏറ്റുപറയുക, കർത്താവ് നൽകുന്ന പാപക്ഷമ സ്വന്തമാക്കുക. ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ആനന്ദം അനുഭവിക്കുക.
ഒരു ദൈവ പൈതലിന് ചേർന്ന വിധം ജീവിക്കുക. ഒരു ദൈവ പൈതലിന്റെ മഹത്വത്തോടെ നീ ജീവിക്കുക. ഒരു ദൈവ പൈതലിന്റെ അഭിഷേകം ഏറ്റെടുത്ത് നീ ജീവിക്കുക. നിന്റെ ജീവിതം നിന്റെ കുടുംബത്തിനും നിന്റെ സഭയ്ക്കും ഈ സമൂഹത്തിനും ലോകത്തിനും അനുഗ്രഹമായി മാറട്ടെ. യെശയ്യാ പ്രവചനം 1:18 പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപം എത്രമാത്രം കടും ചമപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും. നമ്മെ കഴുകുന്ന ദൈവം, നമ്മെ വെണ്മയുള്ളവനാക്കുന്ന ദൈവം, നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവം, സകല മലിനതകളിൽ നിന്നും നമ്മൾ വിമോചിപ്പിക്കുന്ന നമ്മുടെ കർത്താവ്. ഈ ഒരു ജോയ് ഓഫ് സാൽവേഷൻ നിങ്ങൾ അനുഭവിക്കുന്ന മക്കളെ, രക്ഷയുടെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു പ്രധാന കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. നവംബർ 30 നമുക്കറിയാം, മാസം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേക സഭ മാറ്റിവെച്ചിരിക്കുന്ന മാസമാണ്. ലോകം മുഴുവനിലും ഒരുപാട് കഷ്ടനഷ്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഇത് വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ദൈവമക്കളെ. ഇത് അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനും കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുമുള്ള സമയമാണ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈ മാസം തീരുന്നതിന് മുൻപ് നമുക്ക് ഈ നവംബർ 30 ഇനി അധികം നമുക്ക് 1-2 ദിവസമുള്ളൂ. ഈ വരും തിങ്കളാഴ്ച, ഈ നവംബർ 30 തിങ്കളാഴ്ച സാധിക്കുന്ന എല്ലാവരും ഉപവസിച്ച് കർത്താവിൻ്റെ കരുണാർദ്രമായ സ്നേഹം ലോകത്തിലേക്കും തിരുസഭയിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൂട്ടായ്മകളിലേക്ക് ഒഴുകപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, സഭയിൽ സംഭവിച്ചു പോയ ചില തെറ്റുകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച്, ദൈവപിതാവിനോട് മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും കൃപയുടെ വെളിപ്പെടുത്തലുകളും പരിശുദ്ധാത്മ നമുക്ക് തരും. നിങ്ങളിത് സ്നേഹത്തോടെ, ഇതൊരു ദൈവിക ദൂതായി നിങ്ങൾ ഏറ്റെടുക്കണം. നവംബർ 30 ശുദ്ധീകരണ ആത്മാക്കളോട് ചേർന്ന് ഈ മാസം തീരുന്നതിനൊക്കെ മുമ്പ് ഈ വരും തിങ്കളാഴ്ച സാധിക്കുന്നവരൊക്കെ ഉപവസിച്ച് കുറച്ച് പരിത്യാഗം ഏറ്റെടുത്ത് ദൈവപിതാവിനോട് നമ്മൾ മാപ്പ് ചോദിച്ച് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി മാറ്റിവെക്കുക. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കുറ്റബോധത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കണമേ. കർത്താവേ, പിശാച് തരുന്ന എല്ലാം നെഗറ്റീവായ നിഷേധാത്മകമായ ചിന്തകളെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ഈശോയെ നന്ദി. കൃപ തരണമേ. കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കാൻ, കർത്താവിനെ മുറുകെ പിടിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കൃപ തരണമേ. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ കരുണാർദ്രമായ സ്നേഹം ഒഴുകപ്പെടുന്ന സമയമാണ്. പിശാചിന്റെ പിടികൾ പൊട്ടുന്ന സമയം, രക്ഷയുടെ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്ന സമയം. ജീവിതത്തിൽ ചെയ്തു പോയ പാപത്തിന്റെ ഭാരവും പേറി ആരും ഇനി ഇരിക്കരുത്. ആ പൈശാചിക പിടി പൊട്ടട്ടെ, കുറ്റബോധത്തിന്റെ പിടി പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, യേശു നാമത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, യേശു നാമത്തിന്റെ സകല കൃപകളും വ്യാപരിക്കട്ടെ. കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ തരണമേ, അഭിഷേകം തരണമേ. പൈശാചിക പിടികള്, നാരകീയ തിന്മകള്, പിശാച് തരുന്ന തെറ്റായ ബോധ്യങ്ങള്, നെഗറ്റിവിറ്റികള്, സാത്താന്റെ നിഷേധാത്മക ചിന്തകള് യേശുനാമത്താൽ, യേശു രക്തത്താൽ, യേശു വചനത്താൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ തരണമേ. നമ്മൾ ഒരുമിച്ച് ലോകത്തിലെ പല ദിക്കുകളിലിരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളും യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മൾ ഒരുമിച്ച് ആത്മൈക്യതയിലോട്ട് വരികയാണ്. തിരുസഭയുടെ സമ്പന്നതകളോട് ചേർന്ന്, അഭിനയ പിതാക്കന്മാരോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. യേശു നാമത്തിന് ശക്തി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാണ്. പരിശുദ്ധ അമ്മയോടും ശൗസേ പിതാവിനോടും മുഖ്യ ദൂതരോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇരു കരങ്ങൾ ഉയർത്തി ഈ പ്രാർത്ഥന വിഷയങ്ങളിലുള്ളവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടക്കാൻ,
കെട്ടുകൾ പൊട്ടാൻ, പൈശാചിക പീഡകൾ മാറാൻ, രോഗശാന്തി ലഭിക്കാൻ, സൗഖ്യമുണ്ടാകാൻ, ഡെലിവറൻസ് ഉണ്ടാകാൻ, മക്കളെ കിട്ടാൻ, തടസ്സങ്ങൾ മാറാൻ, പ്രതിബന്ധങ്ങൾ തകരാൻ, എല്ലാം മറന്ന് ഹൃദയം തുറന്ന് കരമുയർത്തി വിളിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി വിളിക്കേ, ഹൃദയം തുറന്ന് വിളിക്കേ, വിശ്വാസത്തോടെ വിളിക്കുന്നു ഈശോയെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ വെളിപ്പെടട്ടെ, അത്ഭുത രോഗശാന്തികള്, ട്യൂമറുകൾ മാറട്ടെ, ക്യാൻസറുകൾ മാറട്ടെ, ലിവർ സിറോസിസ് മാറട്ടെ, ഹൃദ്രോഗങ്ങൾ മാറട്ടെ, ഉദരസംബന്ധ രോഗങ്ങൾ മാറട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് ഹൃദയം തുറന്ന് വിളിച്ച് വിശ്വാസത്തോട് വിളിച്ച് യേശുവേ, 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 യേശുവേ. ആത്മീയമായ അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ, വചനാഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേക കൃപകൾ വെളിപ്പെടട്ടെ. സ്തുതിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളെ കൊടുക്കണമേ, കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെ, വിവാഹ തടസ്സമുള്ളവരെ, വീട് പണി പൂർത്തിയാകാത്തവരെ, കടബാധ്യതയുള്ളവരെ, ഈശോയെ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പൈശാചിക പീഡകളും, നാരിക കെട്ടുകള്, തിന്മയുടെ പോരുകള്, അന്ധകാര ശക്തികള് യേശു നാമത്തിന് ശക്തിയാൽ നിർവീര്യമാകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ, ഈശോയെ, ഈശോയെ. അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ വെളിപ്പെടേണ്ട കുടുംബങ്ങളിൽ, അത്ഭുതങ്ങൾ സംഭവിക്കേണ്ട ജീവിതങ്ങളിൽ എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ, എല്ലാ തിന്മകളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ തരണമേ, കൃപ തരണമേ, അഭിഷേകം പകരണമേ, അഭിഷേകം പകരണമേ. ഈശോയെ, അഭിഷേകം പകരണമേ, അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, ആത്മാവേ വരിക. എല്ലാ നിയോഗത്തിനും ആശീർവദിക്കുക. ഓരോ വ്യക്തിയെ അഭിഷേകം ചെയ്യുക. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. യേശുനാമ ശക്തി നിറയട്ടെ. അനേകരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. പല കുടുംബങ്ങൾ ദൈവശക്തി ഇറങ്ങുന്നു. പൈശാചിക പീഡകൾ മാറുന്നു. അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടുന്നു. അനേകരുടെ ജീവിതത്തിൽ കർത്താവ് തന്റെ അത്ഭുതകരമായ കരം നീട്ടിക്കൊടുക്കുന്നു. ഈശോയെ, ഈശോയെ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. ഈശോയെ, ഈശോയെ, ഈശോയെ. കർത്താവേ, അവിടുത്തെ ജനത്തെ അവിടുന്ന് സന്ദർശിക്കണമേ. അവിടെ ആവശ്യങ്ങൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓരോ നിയോഗത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. കണ്ണുനീരുകളെ തുടയ്ക്കണമേ. രക്ഷയുടെ ആനന്ദം തുടയ്ക്കണമേ. പിശാചിന്റെ സകല പിടികളെയും പൊട്ടിച്ചു കളയണമേ. കുറ്റബോധത്തിന് മുഖങ്ങൾ ഒട്ടിച്ചു കളയണമേ. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ ഏവരെയും കഴുകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട് ദൈവമക്കളെ. നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് തരുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകൾക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. റേമ ഈ ശുശ്രൂഷ നിങ്ങൾ അനേകർ അറിയിക്കണം. അനേകർ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ 10,000 കർത്താവിൻ്റെ വചനം കേട്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. നമുക്കതിനു വേണ്ടി ഉത്സാഹിക്കാം. ഡിസംബർ 4, 5, 6 തീയതികളിൽ കുടുംബങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ്റെ കൺവെൻഷൻ ഷെക്കേനിൽ നടക്കുകയാണ്. രാത്രി 9 തൊട്ട് 10 വരെ. അതൊരു മറ്റൊരു സന്തോഷ വാർത്തയുണ്ട്. ഡിസംബർ 7 മുതൽ 13 വരെ മിസ്ബ 2 അതിൻ്റെ സെക്കൻഡ് പാർട്ട്, സത്യവിശ്വാസത്തിന് അടിത്തറയിൽ ജനത്തെ ഒന്നിച്ചു നിർത്തുവാൻ നമ്മുടെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങളുമായി മിസ്ബ ടീം തന്നെ, വട്ടായിലച്ചനും അതുപോലെ തന്നെ ഡാനിയേലച്ചനും മാത്യു വല്ലാമള്ളച്ചനും ഒക്കെ കൂടി ഒരുക്കുന്ന ശക്തമായിട്ടുള്ള അഭിഷേക ശുശ്രൂഷയാണ്. തിങ്കൾ മുതൽ ഞായർ വരെ രാത്രി 9 തൊട്ട് 10 വരെ. നിങ്ങളെല്ലാവരും ഇത് പങ്കെടുക്കണം. സാധിക്കുന്ന എല്ലാവരും നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. മറ്റ് പല പുതിയ പുതിയ ശുശ്രൂഷകൾ ക്രിസ്മസിനോട് ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങളെവിടെയും പ്രാർത്ഥന ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.